ഇപ്പോൾ പാടിയത് ഞാൻ വേഗത്തിൽ ഒരു ചെറിയ മെസ്സേജ് തരാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്താണ്, നമ്മൾ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് ജനിച്ചു. അതിന്റെ കാരണം പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുവൻ ക്രിസ്തീയ അല്ലെങ്കിൽ മാതാപിതാക്കൾ ക്രിസ്തുമത വിശ്വാസിയാണെങ്കിൽ മക്കൾ അതെ, മാതാപിതാക്കൾ ഹിന്ദുമത വിശ്വാസത്തിലാണെങ്കിൽ മക്കൾ അതെ, മാതാപിതാക്കൾ മുസ്ലിം ആണെങ്കിലോ മക്കളും അതെ. പ്രിയപ്പെട്ട, അതിനപ്പുറം ദൈവവുമായിട്ട് ഒരു മതത്തിന് ഒരു ബന്ധമില്ല. ക്രിസ്തീയ മതത്തിനും യേശു ക്രിസ്തുമായിട്ട് ഒരു ബന്ധമില്ല. അത്രയും പറഞ്ഞ് ഞാൻ അവിടെ നിർത്തുന്നു. അത് നിങ്ങളൊന്ന് ഗ്രഹിക്കണം. കാരണം എന്താണ്, നമ്മുടെ അപ്പനും അമ്മയും മറ്റൊരു മതവിശ്വാസത്തിലായിരുന്നെങ്കിൽ നമ്മൾ ആ മതവിശ്വാസത്തിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിനെ തള്ളിക്കളയുമായിരുന്നു. ഇത് നമ്മൾ എന്താണ്, മറ്റുള്ളവർ അവരുടെ ദൈവങ്ങളെ വിളിക്കുന്ന പോലെ ഇവിടെ എന്താണ് ഒരു വ്യക്തിയെ വിളിക്കുന്നതേ ഉള്ളൂ. എന്നാൽ പ്രിയപ്പെട്ട, സത്യദൈവവും നിത്യജീവനുമായിരിക്കുന്ന യേശു ക്രിസ്തു പ്രത്യേകിച്ച് ഒരു മതവുമായിട്ട് ബന്ധമില്ലാത്തവനായതുകൊണ്ടും നോക്ക്, പിന്നെ നമ്മളിപ്പോൾ പാട്ട് പാടിയതുപോലെ നാളെ ഭൂതലം വെന്തുരുകും, ആകാശം പോയി പോകും എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ മരിക്കും, യേശു ക്രിസ്തു മടങ്ങി വരും, ലോകം അവസാനിക്കും. മരിച്ചവരെല്ലാവരും കല്ലറകളെ വിട്ട് ഇതേ രൂപത്തിൽ എഴുന്നേറ്റ് വന്ന് യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയാറുണ്ടല്ലോ, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു. അതേ നാവ് കൊണ്ട് തന്നെ നമ്മൾ നമ്മളെപ്പറ്റി സാക്ഷ്യം പറയും, ഞങ്ങളോ പാപികളും ദോഷികളുമാണ്. പ്രിയപ്പെട്ടവരെ, മരിച്ചതിന് ശേഷം ഒരു പുരോഹിതന്മാർക്ക് നമ്മളെ രക്ഷിപ്പാൻ കഴിയത്തില്ല. ഈ ഭൂമിയിലുള്ള 50, 60, 70 അല്ല 100 വർഷം സത്യദൈവമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിഞ്ഞും അവനിൽ വിശ്വസിച്ചും സ്നാനമേറ്റ് പാപമോചനം നേടിയും ദൈവത്തിന്റെ മക്കളും വിശുദ്ധരുമായിട്ട് ഈ ഭൂമിയിൽ മരിച്ചിട്ട് ആ ആത്മാവാകുന്ന ദൈവത്തോടുകൂടെ സ്വർഗത്തിലേക്ക് എന്നേക്കും വാഴണം എന്നുള്ളതാണ് എല്ലാ മനുഷ്യരെ പറ്റിയുള്ള ദൈവത്തിന്റെ ഹിതം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ മുതൽ അല്ലെങ്കിൽ എല്ലാ അപ്പോസ്തലന്മാരും ഞങ്ങളും തെരുവോരങ്ങളിലും വീടുകളിലും ചന്തസ്ഥലങ്ങളിലും എല്ലാം പോയി സുവിശേഷം അറിയിക്കുന്നത്. വല്ല വിധേനെ നിങ്ങളൊന്ന് മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചകനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയണം. നമുക്ക് ഭൂമിയിൽ നമുക്കൊരു സന്തോഷവുമില്ല. ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു, ഓർമ്മ വെച്ച നാൾ മുതൽ ദുഃഖവും കണ്ണുനീരും മരണഭീതിയുമല്ല നിനക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എന്നാൽ മരിച്ചതിന് ശേഷം നിത്യമായിരിക്കുന്ന നരകത്തിലേക്കാണ് എറിയപ്പെടുന്നതെങ്കിലോ പ്രിയപ്പെട്ടവരെ, അതിന്റെ ആവശ്യമില്ല. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴും സന്തോഷിക്കാൻ പറ്റും, മരിക്കുമ്പോൾ അതീവ സന്തോഷിക്കാൻ പറ്റും, മരിച്ചതിന് ശേഷം നിത്യ ആനന്ദത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. നോക്ക്, പിന്നെ ക്രിസ്തീയ മതവിശ്വാസികളായിരിക്കും നിങ്ങളുടെ ആദമിന്റെ കാര്യമൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പാപികളും ദോഷികളും എന്നാണ് സാക്ഷ്യം പറയുന്നത്. അത് ഞാൻ പണ്ടത്തെ പ്രസംഗത്തിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് പിതാക്കന്മാരും പാപികളും ദോഷികളും, പൂർവ്വ പിതാക്കന്മാരും പാപികളും ദോഷികളും, നമ്മുടെ മക്കളും പാപികളും ദോഷികളും. പള്ളികളിൽ ചെന്നാൽ നല്ല ചൊല്ലും പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മുടെ പുരോഹിതന്മാരും പറയും, കുഞ്ഞുങ്ങളെ ഞങ്ങളും പാപികളും ദോഷികളും ബലഹീനരുമായിരിക്കാൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് അപേക്ഷിക്കണമേ. അപ്പോൾ നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ അനുവർത്തിച്ചു വന്ന ക്രിസ്തീയ മതവിശ്വാസത്തിൽ എന്തില്ല? പാപമോചനമില്ല. ഞാനൊരു ഹിന്ദു ആയിരുന്നല്ലോ, ഞങ്ങൾ എവിടെ പോയാലും എത്രമാത്രം തീർത്ഥാടനങ്ങൾ ചെയ്താലും ഞങ്ങൾക്കും പാപമോചനമില്ല. മുസ്ലിം പണ്ഡിതന്മാരോട് ഞാൻ സംസാരിക്കാറുണ്ട്, മലപ്പുറത്ത് പോകുമ്പോൾ അവർ പറയും പാപമോചനം എവിടെ കിട്ടാൻ ആർക്കറിയാവുന്ന. അപ്പോൾ എന്താണ്, ഒരു മതത്തിലും ദൈവമില്ലെന്നും ഒരു മതത്തിലും പാപമോചനമില്ലെന്നും മതത്തിന്റെ വ്യക്തമായിരിക്കുന്ന ഭക്തിയിൽ നിന്നുകൊണ്ട് നമ്മൾ പാപിയായിട്ട് ജനിച്ച് പാപിയായിട്ട് മരിച്ച് അവസാനം നരകത്തിലേക്ക് പോവുകയാണെന്നുള്ളതും ഞാൻ വേഗത്തിൽ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ രക്തം എന്തിനാണ് ചൊരിയപ്പെട്ടത്? 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില് ആ ഗോൽഗോഥ മലമുകളില് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് 2 കള്ളന്മാരുടെ മധ്യേ അടിയേറ്റ് തകർക്കപ്പെട്ടവനായിരിക്കുന്ന ക്രിസ്തു, അവന്റെ അവസാന തുള്ളി രക്തം വരെയും ഭൂമിയിൽ ചൊരിയപ്പെട്ടതിന്റെ കാര്യം എന്തെന്നറിയാമോ? ആ വിശുദ്ധ നിണത്തിന് മാത്രമേ ഭൂമിയിലുള്ള സകല പാപികളെയും കഴിയുവാൻ കഴിയത്തുള്ളൂ. അവന്റെ ചങ്കിൽ നിന്ന് തുറന്ന ആ ഉറവ, ആ വിശുദ്ധ രക്തത്തിന്റെ ഉറവ, അത് ഈ ഭൂമിയിലെ സകല മനുഷ്യർക്കും കുളിപ്പാൻ തക്കവണ്ണം, അതിനകത്താണ് പാപപരിഹാരം നേടുവാൻ തക്കവണ്ണം അത് അന്നും ഇന്നും ജീവനോടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വായിക്കുന്നില്ലയോ, ഹാബേലും കായിനും ആ ഹാബേലിന്റെ രക്തം ഇപ്പോഴും ബാധിക്കുന്നത് വരുമ്പോൾ പ്രിയപ്പെട്ട, ഒരു മനുഷ്യന്റെ രക്തം ഭൂമിയിൽ വീണിട്ടുണ്ടെങ്കിൽ അത് ലോകാവസാനം വരെ ഭൂമിയിൽ അത് സംസാരിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പലർക്കും മനസ്സാക്ഷിയിൽ കുറ്റബോധങ്ങൾ ഉണ്ടായി വരുന്നത്. അതവിടെ നിൽക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വരെ യേശു ക്രിസ്തുവിന്റെ രക്തം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ചൊരിയപ്പെട്ടിട്ടും നിങ്ങൾ ഇന്നും പാപികളും ദോഷികളുമായിട്ട് തുടർന്നെങ്കിൽ അതിന്റെ അർത്ഥം യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചിട്ടില്ല, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടില്ല, അവന്റെ ക്രൂശിലെ യാഗത്തെ നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാമോ, പഴയ നിയമകാലങ്ങളില് നിരവധിയായിരിക്കുന്ന യാഗങ്ങൾ നടത്തുമായിരുന്നു. ആ ദൈവം ശലോമോൻ, അതായത് ദാവീദിന്റെ പുത്രനായിരിക്കുന്ന ശലോമോന്, അവൻ ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിഞ്ഞു. നിങ്ങൾക്കത് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടോ തങ്കം കൊണ്ടും ദേവദാരു കൊണ്ടും ഒക്കെ സരളവൃക്ഷം കൊണ്ടും ഒക്കെ മനോഹരമായിട്ട് പണിത ആലയം. അതിനകത്ത് എന്താണ്, ആ ആലയത്തിന്റെ പ്രതിഷ്ഠാ ദിവസം 1,30,000 ആട്ടുകൊറ്റന്മാരെ അറുത്ത് ആ യാഗപീഠത്തിൽ അറുത്തതിന്റെ രക്തം അവിടെ തൂകി. 20,000 കാളകളെ അവിടെ അറുത്തു എന്ന് എഴുതിയിരിക്കുന്നു. പക്ഷെ എന്താണ്, തിരശീല പിന്നെ അവിടെ തൂക്കേണ്ടി വന്നു. ഞാൻ ഇത് മാത്രമേ പറഞ്ഞു, തിരശീല വീണ്ടും തൂക്കേണ്ടി വന്നു. 20,000 കാളകളെ അറുത്തിട്ടും 1,30,000 ആടുകളെ അറുത്തിട്ടും ദൈവത്തിന് മനുഷ്യനുള്ള ശത്രുത്വമായിരിക്കുന്ന തിരശീല കീറിക്കളയാൻ പറ്റിയില്ല. അതിന്റെ അർത്ഥം എന്നാണ്, എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്നു,
ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തത്തിൽ നീ പ്രസാദിച്ചില്ല, ഹനനയാകവും ഹോമയാകവും നീ ഇച്ഛിച്ചതുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ, നീ എനിക്കൊരു ശരീരം തന്നിരിക്കുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. നോക്കി, മനോഹരമായിരിക്കുന്ന സ്വർണം കൊണ്ട് ആലയം പണിഞ്ഞിട്ടും ഇത്രയും ലക്ഷക്കണക്കിന് മൃഗങ്ങളെ യാഗം കഴിച്ചിട്ടും പ്രിയപ്പെട്ടവരെ, അവിടെ എന്താണ്, ദൈവത്തിന് മനുഷ്യനോട് പ്രസാദം തോന്നിയില്ലെന്നാണ് എന്റെ അർത്ഥം. അതായത് തിരശ്ശീല ശത്രുത്വം മാറിപ്പോയില്ല. എന്നാൽ ദൈവത്തിന് മനുഷ്യനോട് പ്രസാദം തോന്നിയത് തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ യാഗത്തിലാണ്. അതെന്താണ്, ആ യേശുക്രിസ്തു യാഗമാക്കപ്പെടുമ്പോൾ അവൻ ക്രൂശിൽ മരിക്കുമ്പോൾ കണ്ടോ, തിരശ്ശീല മുകൾ തൊട്ട് താഴെ വരെയും കീറിപ്പോകുന്നത് കണ്ടോ. പ്രിയപ്പെട്ട, ദൈവത്തിന് മനുഷ്യനുള്ള പ്രസാദം ഉണ്ടായത് തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിന്റെ യാഗത്തിലാണ്. മറ്റതെല്ലാം യേശുക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടിയിരുന്നു. പഴയ നിയമകാലങ്ങളിൽ ഓരോ കാളകളെ അറക്കപ്പെടും സ്വർഗം വേദനിക്കുകയാണ്. തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു നാളെ അറക്കപ്പെടുമെന്നുള്ള ഓർമ്മ സ്വർഗത്തിലും ദൂതന്മാർക്കും ഉണ്ടാകുകയാണ്. അബ്രഹാം ആകട്ടെ, ദാവീദാകട്ടെ, ശലോമോനാകട്ടെ, കാളക്കുട്ടന്മാരെ അറക്കുമ്പോൾ യേശുക്രിസ്തുവിനെ അറക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവായിരുന്നു പ്രിയപ്പെട്ടവരെ അത്. എന്നാൽ നോക്കുവിന് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്താണ്? കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. അങ്ങനെ ലോകാവസാനത്തിൽ അല്ലെങ്കിൽ ലോകാരംഭത്തിൽ ആദം ചെയ്ത പാപത്തിന്റെ പരിഹാര ബലിയായിട്ട് ദൈവം തന്റെ പുത്രനെ യാഗം കഴിച്ചത് വഴിയും ആ രക്തത്തിൽ ആശ്രയിക്കുന്നവർക്ക് പാപമോചനം സൗജന്യമായിട്ടിരിക്കാനും ഇന്നേ വരെ നിങ്ങൾക്ക് പാപമോചനം ലഭിച്ചിട്ടില്ലെങ്കിൽ, ഇല്ല എന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാം, പാപിയും ദോഷിയും എന്നുള്ള സാക്ഷ്യം പറയുന്നെങ്കിൽ പാപമോചനം ലഭിച്ചിട്ടില്ല. നമുക്കൊരു പനി വന്നു അല്ലെങ്കിൽ ഒരു രോഗം വന്നു, നമ്മൾ എന്ത് പറയും? എനിക്ക് പനിയാണെന്ന് പറയും. എന്നാൽ പനി സൗഖ്യപ്പെട്ടതിന് ശേഷം നമ്മൾ എന്ത് പറയും? എനിക്ക് പനിയായിരുന്നു എന്ന് പറയത്തുള്ളൂ. ഇപ്പോൾ പനിയാണെങ്കിൽ പറയും പനിയാണ്. സൗഖ്യം വന്നു കഴിഞ്ഞാൽ പറയും പനിയായിരുന്നു, കഴിഞ്ഞുപോയി. നമുക്ക് പ്രിയപ്പെട്ട, അപ്പോൾ നിങ്ങൾ ഇപ്പോഴും പാപി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പാപത്തിൽ നിന്ന് മോചനം കിട്ടിയിട്ടില്ല. പ്രിയപ്പെട്ട, ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരും പറയുന്ന കാര്യം, ഞങ്ങൾ പാപികൾ ഒന്നാമന്മാരായിരുന്നു, ഇപ്പോൾ ഞങ്ങൾക്ക് പാപമോചനം ലഭിച്ചത് വഴി ദൈവത്തിന്റെ മക്കളും വിശുദ്ധന്മാരും എന്നുള്ള പദവിയിൽ ഞങ്ങളായിരിക്കുന്നു. നിങ്ങൾക്കും ആ പദവി വേണ്ടിയോ? വേണമെങ്കിൽ ആ ക്രൂശിലേക്ക് നോക്കുകയും 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില് ആ ഗോൽഗോഥ മലമുകളില് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ അവൻ തൂങ്ങിക്കിടക്കുന്നത് കണ്ടുവോ? അടിയേറ്റ് തകർക്കപ്പെട്ടവനായിരിക്കുന്ന ശരീരത്തിൽ നിന്ന് അവസാന തുള്ളി രക്തം വരെ ഭൂമിയിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അവന്റെ തലയിൽ മുൾക്കിരീടവും മുഖത്ത് തുപ്പലും അവനെ ധൂമവസ്ത്രം ധരിപ്പിച്ചുകൊണ്ട്, നോക്ക് പ്രിയപ്പെട്ടവരെ, അത് മാറ്റി അവന്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് അവസാനം അവൻ എടുപ്പാൻ കഴിയാത്തവണ്ണം നമ്മുടെ പാപച്ചുമട് മരക്കുരിശ് അവന്റെ തോളിൽ വെച്ചു. അത് നമ്മുടെ പാപമാകട്ടോ. നമ്മുടെ പാപത്തിന്റെ ഭാരമായി യേശുക്രിസ്തു ചുമന്നത് ഇപ്പോഴും നമ്മളെ കുരിശ് രൂപത്തെ ചുംബിക്കുന്നെങ്കിൽ സ്വന്തം പാപത്തെ ചുംബിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത് ദൈവം തന്നെ പരിഹസിക്കുകയാണ്. യേശുക്രിസ്തു നമ്മുടെ പാപഭാരം ചുമന്നിട്ടും നമ്മൾ ഇപ്പോഴും ആ കുരിശുമരം ചുമക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചിട്ടില്ല, യേശുക്രിസ്തു എന്റെ പാപഭാരം ചുമന്നിട്ടില്ലെന്ന് നിങ്ങൾ തെളിവാക്കണം. ഞാൻ തന്നെ ചുംബിക്കോളാം എന്നാണ് പറയുന്നത്. കർത്താവ് പറയുന്നു, നീ തന്നെ ചുംബിക്കോ, പക്ഷെ അവസാനം നരകവിധിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപഭാരമായിരിക്കുന്ന മരക്കുരിശ് അവൻ ചുമന്നത് വഴി ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് ഏക മധ്യസ്ഥനായിട്ട് 2 കള്ളന്മാരുടെ മധ്യേ അതിക്രമക്കാരോട് കൂടി അവനെ എണ്ണപ്പെട്ടു എന്നുള്ള വചനത്തിനൊത്തവണ്ണം അവൻ നമ്മുടെ പാപപരിഹാര ബലിയായിട്ട് ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ, ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവപുത്രൻ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അല്ലെങ്കിൽ എന്താണ്? പിശാചിന്റെ പ്രവൃത്തികൾ എഴുപ്പാൻ ദൈവപുത്രൻ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് മരിച്ചത് വഴിയും അവനിതാ തിരശ്ശീല കീറി. യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ തിരശ്ശീല കീറിപ്പോയി. പ്രിയപ്പെട്ടവരെ, മനുഷ്യന് കീറുവാൻ അസാധ്യമായിരുന്ന ഏതാണ്ട് 4 ഇഞ്ച് വണ്ണമുള്ള ആ മനോഹരമായിരിക്കുന്നതും കനമേറിയതുമായിരിക്കുന്ന തിരശ്ശീല മുകൾ തൊട്ട് താഴെ വരെ കീറപ്പെട്ടത് വഴി ദൈവത്തിന് നമ്മളോട് പ്രസാദം തോന്നിയിരിക്കുന്നു. നമ്മുടെ പാപങ്ങളെ കണക്കിടാത്തവണ്ണം ക്രിസ്തുവിൽ അത് ചൊലുത്തി. അതുകൊണ്ട് അവൻ നമുക്കും എനിക്കും നിനക്കും വേണ്ടി മരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ദൈവം സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു. ഏത് പാപിക്കും ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തം കൂടാതെ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ആ സ്വർഗത്തിലേക്ക് നേരിട്ട് പ്രവേശിപ്പാൻ തക്കവണ്ണം ദൈവം പാപമോചനം, ജീവന്റെ പുതുവഴി ആരംഭിച്ചിരിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് ഇന്നും പാപമോചനം കിട്ടിയിട്ടില്ലെങ്കിൽ ആ ക്രൂശിനെ നിങ്ങൾ അംഗീകരിച്ച. പ്രിയപ്പെട്ട, വേദനയോട് പറയുന്നു, ആ ക്രൂശിനെ നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല. അംഗീകരിച്ചിരുന്നെങ്കിൽ ഞാൻ വിശുദ്ധനാണെന്ന് പറയാനുള്ള തന്റെ ഇടം നിങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു മരിച്ചു, ആ തിരശ്ശീല കീറി യാഗം നിർത്തലാക്കിയതിന് വേണ്ടി പൗരോഹിത്യമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ലേവ്യനല്ല, യഹൂദനാണ്. ലേവ്യ പൗരോഹിത്യത്തിൽ എങ്ങനെയാണ് യേശുക്രിസ്തുവിലേക്ക് പൗരോഹിത്യം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പൗരോഹിത്യ ശുശ്രൂഷ ക്രൂശിൽ വെച്ച് നീങ്ങിപ്പോയാണ്. യാഗം വേണ്ടിയെടുത്തല്ലേ പുരോഹിതന്മാര് വേണ്ടിയത്? അപ്പോൾ യാഗം നിർത്തലാക്കിയത് വഴി പൗരോഹിത്യമില്ല. ഇനി യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്ന ഏവർക്കും ആ സ്വർഗത്തിലേക്ക് സൗജന്യമായിരിക്കുന്ന പ്രവേശനം സാധ്യമാണ്. നമ്മുടെ പാപം 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന്റെ കോടതിയുടെ മുമ്പിൽ, പ്രിയപ്പെട്ട, പാപത്തിന്റെ കടം ദൈവ കോടതിയുടെ മുമ്പിലാണ് വീട്ടപ്പെട്ടതാണ്. ആകയാൽ നമ്മൾ എന്ത് ചെയ്യണം? പാപമോചനത്തിന് വേണ്ടി എന്ത് ചെയ്യണം? ഇതാ പൗലോസ് പറയുന്നു, ആ യഹൂദന്മാര് ഈ
പ്രസംഗമെല്ലാം കേട്ട് കഴിഞ്ഞ് പെന്തക്കോസ്ത് നാളിൽ നടന്ന പ്രസംഗത്തിൽ അവർ പറഞ്ഞു, പറ്റിപ്പോയി, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ ക്രൂശിച്ച ഈ യേശു തന്നെ ക്രിസ്തു എന്ന് പ്രസംഗിച്ചപ്പോൾ അവർക്ക് അവരുടെ ഉള്ളത്തിൽ കുത്തുകൊണ്ടിട്ട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ്ലീഹ പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ടിട്ട് നിങ്ങളുടെ പാപത്തിന്റെ മോചനത്തിനായിട്ട് ഓരോരുത്തരും യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏൽപ്പിൻ. അപ്പോൾ ദൈവം പരിശുദ്ധാത്മാവെന്ന ദാനം കിട്ടും. അപ്പോഴെന്താണ്? യേശു ക്രിസ്തുവിനോട് ചേരുവാൻ തടസ്സമായിട്ട് നിൽക്കുന്ന നമ്മുടെ പാപമാണ്. പാപമോചനത്തിനായിട്ട് സ്നാനം ഏൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് തരും. അത് തന്നെ ദൈവം നിക്കോദോമസിനോടും പറഞ്ഞത്, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയത്തില്ല. ആദം സ്വർഗത്തിലായിരുന്നു അവനെ സൃഷ്ടിച്ച നാളിൽ. അവൻ പാപം ചെയ്ത് സ്വർഗത്തിൽ നിന്ന് അവൻ തള്ളപ്പെട്ടു. അവൻ സ്വർഗത്തിൽ നിന്നാണ് അവൻ മാറ്റപ്പെട്ടു. ആ സ്വർഗത്തിൽ നിന്ന് മാറ്റപ്പെട്ട ആദമിന്റെ മക്കളായിരിക്കും നമ്മള്. വീണ്ടും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് വീണ്ടും ജനനം, ബോൺ അഗൈൻ, വീണ്ടും ജനിക്കുക. സ്വർഗത്തിലേക്ക് നമ്മൾ വീണ്ടും ജനിക്കുക. പ്രിയപ്പെട്ട, അതിന് ഏക വഴി മാനസാന്തരപ്പെട്ടിട്ടുള്ള സ്നാനമാണ്. അപ്പോൾ ഈ മാനസാന്തരപ്പെടുന്ന എന്താണ്? ഞങ്ങൾ കള്ളൊന്നും കുടിക്കാറില്ലല്ലോ, അയ്യോ ഞങ്ങൾ നല്ല മനുഷ്യരല്ലേ. പ്രിയപ്പെട്ടവരെ, അല്ല പ്രിയപ്പെട്ടവരെ, ദൈവം മാത്രമേ നല്ലവനായിട്ടുള്ളൂ. നമ്മളെല്ലാം പാപം ചെയ്തവരാ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നീതിമാൻ ആരുമില്ലെന്ന് ആദ്യം അംഗീകരിച്ച്, ദൈവം മാത്രമേ നല്ലവനാണെന്നുള്ള വാക്ക് അംഗീകരിച്ച്, എനിക്കൊരു പാപമോചനം വേണം, എനിക്ക് ക്രിസ്തുവിനോട് ജീവിക്കണം എന്ന് എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ മനുഷ്യരുടെ മുമ്പിലുള്ള ബഹുമാനം തള്ളിക്കളഞ്ഞ് മതഭക്തിയും പാരമ്പര്യവും പൗരോഹിത്യങ്ങളും ഉപേക്ഷിച്ച് കളഞ്ഞ്, പ്രിയപ്പെട്ടവരെ, പൗലോസ് ഇന്നലെ വരെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ കൊന്നുമുടിച്ചുവെങ്കിൽ ആ യേശുക്രിസ്തുവിനെ അറിഞ്ഞ നാളിൽ അവൻ പ്ലേറ്റ് നേരെ തിരിച്ചിട്ടു. ഇപ്പോൾ അവൻ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവനായിട്ട് തീർന്നിരിക്കുന്നു. സത്യം അറിഞ്ഞിട്ടും മനുഷ്യരുടെ ഭയം കൊണ്ട് അതിനെ അടച്ചു വെക്കുന്നത് പൗരുഷമില്ലായ്മയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനോ ഹിന്ദുമത വിശ്വാസത്തിന്റെ കർത്താവിനെ അറിഞ്ഞ നാളില് ഞാൻ പരസ്യമായിട്ട് ഇറങ്ങിയത് ഞാൻ പുരുഷനായതുകൊണ്ട്. ആകയാൽ നോക്ക്, സത്യം അറിഞ്ഞിട്ട് നിങ്ങൾ അതിനെ മൂടി വെച്ചുകൊണ്ട് നരകാഗ്നിയിലേക്ക് പോകല്ലേ. ആകയാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആദ്യം മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ പിതൃപാരമ്പര്യത്തെ തള്ളിക്കളയണം, മതഭക്തി തള്ളിക്കളയണം, പാരമ്പര്യങ്ങളും പൗരോഹിത്യങ്ങളും ഉപേക്ഷിച്ച് കളഞ്ഞ് യേശുക്രിസ്തുവിനെ, പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു സ്വർഗം വിട്ടിറങ്ങിയത് നിനക്ക് വേണ്ടിയിട്ട്, നിനക്ക് വേണ്ടി മാത്രമാണ്. അങ്ങനെ പൗലോസ് പഠിപ്പിച്ചത്. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടിയിട്ട് അവൻ കഷ്ടം സഹിച്ചെങ്കിൽ, അവൻ നിനക്ക് വേണ്ടി തുപ്പലേറ്റെങ്കിൽ, അവൻ നിനക്ക് വേണ്ടി തല്ലേറ്റെങ്കിൽ, അവൻ നിനക്ക് വേണ്ടി പരിഹാസമേറ്റെങ്കിൽ, കള്ളന്മാര് പോലും അവനെ പരിഹസിച്ചെങ്കിൽ, ഓ മന്ദിരം പൊളിച്ച് 3-ാം ദിവസം പണിതവരെ ഹാ ഹാ എന്ന് പറഞ്ഞ് യെരൂശലേമിൽ ഉടനീളം അവനെ പരിഹസിച്ച് തുപ്പിയാട്ടിക്കൊണ്ട് ജനങ്ങൾ പോകുമ്പോൾ നിന്നെ ഓർത്ത് അവൻ അപമാനം സഹിച്ചെങ്കിൽ, നിനക്ക് പള്ളിക്കാരുടെ മുമ്പിലും ഇവിടുത്തെ നേതാക്കന്മാരുടെ മുമ്പിലും ക്രിസ്തുവിന് വേണ്ടി നിന്നേക്കാൻ എന്താ ഇത്ര നാണക്കേട്? ആ കർത്താവിനെ സ്നേഹിക്കാത്തത് കൊണ്ടാ, അവൻ നിന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് നിന്ന് ഏറ്റത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തിരിച്ച് അവനെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്നെ നിങ്ങൾ പരസ്യമായിട്ട് സ്നാനം ഏൽക്കുമായിരുന്നു, എന്നെ നിങ്ങൾ പരസ്യമായിട്ട് യേശുക്രിസ്തുവിനെ ഈ ദേശത്ത് ഏറ്റു പറയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവന്റെ വചനത്തിൽ ലജ്ജിച്ചാൽ എന്താ പ്രശ്നം എന്ന് അറിയാമോ? കർത്താവ് പറഞ്ഞു, എന്നെയും എന്റെ വചനത്തിൽ നിങ്ങൾ ലജ്ജിക്കുന്നുവെങ്കിൽ, മനുഷ്യന്മാരുടെ മുമ്പിൽ ലജ്ജിക്കുന്നുവെങ്കിൽ, ഞാനും ദൈവദൂതന്മാരോട് കൂടെ നാളെ മടങ്ങി വരുമ്പോഴേ നിന്നെ ഓർത്ത് ഞാൻ ലജ്ജിക്കും, എന്ന് വെച്ചാൽ നിന്നെ തള്ളിക്കളയുമെന്ന്. നോക്ക് പ്രിയപ്പെട്ടവരെ, ജീവിച്ചിരിക്കുമ്പോൾ എന്നെ ഏറ്റു പറയുന്നവനെ ഞാനും ഏറ്റു പറയും, ജീവിച്ചിരിക്കുമ്പോൾ എന്നെ തള്ളിക്കളഞ്ഞവനെ ഞാനും തള്ളിക്കളയും. ആകിയാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, അങ്ങനെ മാനസാന്തരപ്പെട്ടതിന് ശേഷം നിങ്ങൾ സ്നാനത്തിലേക്ക് വരണം. സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപസംബന്ധമായിട്ട് മരിക്കുന്നതാണ് സ്നാനം. ആദം വിശുദ്ധനും ദൈവത്തിന്റെ മകനുമായിരുന്നു. അവൻ ആ വിശുദ്ധിയിൽ മരിച്ച് പാപിയായിട്ട് തീർന്നെങ്കിൽ, ആ പാപിയായിരിക്കുന്ന ആദമിന്റെ മക്കളായിരിക്കും നമ്മള്. ആ പാപത്തിൽ മരിച്ചെങ്കിൽ മാത്രമേ വിശുദ്ധിയിലേക്ക് തിരിച്ചു വരാൻ കഴിയത്തുള്ളൂ. അതിനാണ് ദൈവം സ്നാനം വെച്ചിരിക്കുന്നത്. ആ സ്നാനത്താൽ അല്ലാതെ പാപമോചനമില്ല. നമ്മൾ എന്നും പാടാറുണ്ടല്ലോ, മാമോദിസ ഒന്ന് മാത്രമേ പാപമോചനത്തിനായിട്ടുള്ളൂ എന്ന്. പ്രിയപ്പെട്ട, എന്റെ അർത്ഥം എന്താണെന്നറിയാം? സ്ത്രീഹന്മാരുടെ കാലത്ത് ഒരുവൻ വിശ്വസിച്ച ഒരുവനെ സമ്പൂർണ്ണമായിട്ട് സ്നാനപ്പെടുത്തുകയായിരുന്നു, അല്ല തളിക്കുകയൊന്നും അല്ലായിരുന്നു. കുഞ്ഞുങ്ങളല്ല, ശിശുസ്നാനവുമില്ല, മുതിർന്ന സ്നാനവുമില്ല, വിശ്വസിക്കുന്ന ഏവനെയും. അല്ല 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞ സ്നാനം ഏറ്റോ കുഴപ്പമില്ല. 99 വയസ്സുള്ളവൻ കിടക്കമേലും എന്താണ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞു. പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ടുമല്ല, ശിശുക്കൾക്ക് വേണ്ടിയിട്ടുമല്ല, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് വേണം സ്നാനം ഏൽക്കുവാൻ. വിശ്വസിക്കുന്ന ഏവരെയും സ്നാനം കഴിപ്പാൻ ദൈവം ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ സ്നാനം ഏൽക്കുമ്പോൾ എന്താ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ നമുക്ക് തരും. ആ പരിശുദ്ധാത്മാവ് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി സ്വർഗത്തിലുള്ളവനാ. അതേ പ്രിയപ്പെട്ടവരെ, ഇതിനാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും രക്ഷ വേണോ പ്രിയപ്പെട്ടവരെ? മനുഷ്യരുടെ മാനം കല്ലറ കൊണ്ട് തീരും പ്രിയപ്പെട്ടവരെ. ഗ്രാനൈറ്റ് ഇട്ട കല്ലറയിൽ നല്ല പബ്സും ലൈവായിരിക്കുന്ന ടെലികാസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ട് അവരെല്ലാവരും നമ്മൾ പലരെയും അടക്കി സന്തോഷത്തോടെ മടങ്ങി എന്നപോലെ നിന്റെ ശവമടക്കിനും മടങ്ങിപ്പോകും. എന്നാൽ നീയോ നരകാഗ്നി കണ്ടുകൊണ്ട് നിലവിളിയോടുകൂടെ അപ്രത്യക്ഷമാകുകയാണുള്ള സത്യം അറിഞ്ഞുകൊള്ളുവിന്. അനേകരെ നമ്മൾ സ്വർഗത്തിൽ കയറ്റിവിട്ടിട്ടുണ്ട്, അവരെല്ലാം നരകത്തിലേക്കാണ് പോയത്. എന്നാൽ നാം ഒരു ദിവസം മരിക്കുമെന്നും ഈ പിതൃപാരമ്പര്യ പ്രകാരം ഇവിടെ വലിയ ആഘോഷം നടക്കുമെന്നും അറിഞ്ഞുകൊള്ളുവിന്. അന്ന് യഥാർത്ഥമായിരിക്കും നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കണ്ണുനീരോടെ നിലവിളിയോടെ നരകാഗ്നിയിലേക്ക് ഒടുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കുമ്പോൾ ദൈവം തന്റെ ആത്മാവിനെ തരും, പരിശുദ്ധാത്മാവിനെ നമുക്ക് തരും. പ്രിയപ്പെട്ട, ഈ ഒറ്റ ഒരു വാഗ്ദത്തം യേശുക്രിസ്തുവുള്ളൂ. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. യേശുക്രിസ്തുവിന്റെ അതേ ആത്മാവിനെ നിങ്ങൾക്ക് ലഭിച്ചാൽ, ആ ആത്മാവിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധിയോടെ ഈ ഭൂമിയിൽ ജീവിച്ചാൽ, നിന്ദകളും കഷ്ടങ്ങളും ഏറ്റുകഴിഞ്ഞാൽ, പൗലോസ് പറഞ്ഞതുപോലെ ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടി അധ്വാനിച്ചുകൊണ്ട് പാപത്തിൽ വീഴാതെ, ലോകസ്നേഹത്തിൽ വീഴാതെ ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ നിലനിൽക്കുന്നു
മരിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നെങ്കിൽ നമ്മുടെ ഈ ദ്രവിച്ചു പോകുന്ന ശരീരത്തെ അവൻ മാറ്റി കല്ലറിൽ നമ്മൾ എഴുന്നേൽപ്പിച്ച് നമുക്ക് പുതിയൊരു ശരീരം തന്ന് 1000 വർഷം നമ്മൾ യേശുക്രിസ്തുവിനോടുകൂടെ ഭൂമിയിൽ അവരോടുകൂടെ രാജാക്കന്മാരായിട്ട് വാഴാനാണ് വിളിച്ചിരിക്കുന്നത്. മീൻ പിടിച്ചോട് നടന്ന, ചീത്ത പറഞ്ഞോട് നടന്ന, കള്ളു കുടിച്ച് നടന്ന പത്രോസിനെ ദൈവം വിളിച്ചു. അവസാനം യേശുക്രിസ്തുവിനോട് കൂടെ നടന്നു. ഒരിക്കൽ യേശുക്രിസ്തുവിനോട് പത്രോസ് ചോദിച്ചു, കർത്താവ് ഞങ്ങൾക്ക് എന്നോ കിട്ടുമെന്ന് ചോദിച്ചു. അതായത് ഞങ്ങൾ വള്ളവും വലയും പിതൃഭവനും ഒക്കെ വിട്ടവരാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇസ്രായേൽ ഗോത്രം 12 സിംഹാസനത്തിന് ന്യായം വിധിക്കുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ചെറിയ വിളിയല്ല. ഓരോരുത്തരെ സുവിശേഷം വിളിക്കുന്നത് ഇവിടെ കല്ലറയിൽ ഒതുങ്ങുവാനല്ല, പ്രിയപ്പെട്ട നിത്യജീവനിലേക്ക് പ്രവേശിപ്പാനാ. എന്നിട്ടോ 1000 ആണ്ട് കഴിഞ്ഞ് ലോകം അവസാനിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് പറന്നു പോകും. അല്ല, നിങ്ങൾക്കിത് വേണ്ടായോ? വേണം പ്രിയപ്പെട്ട, നിങ്ങൾ എല്ലാവരും രക്ഷ പ്രാപിക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെ അവൻ മരിച്ചു എന്ന് അറിയിക്കാൻ മാത്രമേ എന്നെ വിളിച്ചിട്ടുള്ളൂ. ഞാൻ എന്തെങ്കിലും സ്വന്തമായിട്ട് പറഞ്ഞോ? ഞാൻ എന്തെങ്കിലും പുതുതായിട്ട് ഉണ്ടാക്കി പറഞ്ഞോ? ഇല്ല. ബൈബിളിലെ സ്ത്രീഹന്മാരുടെയും കർത്താവിന്റെ വചനം റിപ്പീറ്റ് ചെയ്തെന്നല്ലേ ഉള്ളൂ. അതിന്റെ ഇലിമിനേഷൻ, അതിന്റെ പ്രകാശനം ഞാൻ നിങ്ങളോട് അറിയിച്ചെന്നല്ലേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. എന്നാൽ ദുഃഖകരമായിരിക്കും സത്യം ഞാൻ പറയും, നിങ്ങൾക്ക് ഇപ്പോഴും സമയമുണ്ട്. ഇന്ന് തന്നെ നിങ്ങൾക്ക് വിശുദ്ധിയിലേക്ക് വരുവാൻ കഴിയും. നൂറ്റാണ്ടുകളായിട്ടുള്ള പാപിയും ദോഷവും എന്നുള്ള പദവിയിൽ ഇന്ന് സന്ധ്യാസമയത്ത് മരിച്ച്, നിങ്ങൾക്ക് ആദമിന്റെ മക്കൾ എന്നുള്ള പദവിയിൽ മരിച്ച്, ഇന്ന് തന്നെ നിങ്ങൾക്ക് ദൈവത്തിന്റെ മക്കളും വിശുദ്ധരുമായിട്ട് തീരുവാൻ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് ഈ രാത്രി തന്നെ വരുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സ്വർഗം പ്രസാദിക്കുന്നു. മാനസാന്തരപ്പെടുന്ന ഒരു പാപി ഓർത്ത് സ്വർഗം പ്രസാദിക്കുന്നു. സന്തോഷിക്കുന്നു. നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് ഒരു കുഞ്ഞ് പറഞ്ഞപ്പോൾ വീട് ഒന്നുണ്ടെങ്കിൽ ആനന്ദിക്കുന്ന പോലെ വീണ്ടും ജനിക്കുന്ന ഒരു വ്യക്തി ഓർത്ത് സ്വർഗം സന്തോഷിക്കുകയാണ്. നമ്മൾ സ്വർഗത്തിലേക്ക് വീണ്ടും ജനിക്കുകയല്ലേ പ്രിയപ്പെട്ടവരെ? സ്വർഗം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ ഇതിനെ തള്ളി നിങ്ങളുടെ മതഭക്തിയും പാരമ്പര്യവും കൊണ്ട് പൗരോഹിത്യത്തിൽ നിന്നുകൊണ്ട് മനുഷ്യരുടെ മുമ്പുള്ള മാനമാണെങ്കിൽ അങ്ങനെ നിന്റെ ഇഷ്ടമാണ്. അതിന് ദൈവം എന്താണ്? അതിനെ കുറ്റപ്പെടുത്തത്തില്ല. ദൈവം നിങ്ങളെ നിർബന്ധിക്കത്തില്ല, ഞങ്ങളും നിർബന്ധിക്കില്ല. പ്രസംഗിക്കാൻ മാത്രമേ ഞങ്ങളെ അയച്ചിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ ഈ അവസ്ഥയിലാണ് മരിക്കുന്നെങ്കിൽ, ഇന്നാണ് നിന്റെ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് ആത്മാവിനെ പ്രാപിക്കാതെ ഇന്നാണ് നീ മരിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ മനോഹരമായിട്ട് അടക്കും. പക്ഷെ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? യേശുക്രിസ്തു ഇന്ന് മടങ്ങി വന്നാൽ ഇന്നേക്ക് 1000 ആണ്ട് കഴിഞ്ഞ് ലോകം അവസാനിക്കുമ്പോൾ നിന്നെ അടക്കപ്പെട്ട ഗ്രാനൈറ്റ് ഇട്ട മനോഹരമായിരിക്കുന്ന കല്ലറയിൽ നിന്ന് നീ ഇതേ രൂപത്തിൽ കല്ലറയിൽ എഴുന്നേറ്റ് വരും. നിന്റെ അസ്ഥികൾ ഒന്നിച്ച് നിന്റെ ത്വക്കും മാംസവും മറ്റൊരു ത്വക്കും മാംസമാണ്. അതായത് തീക്കകത്തിട്ടാലും എന്താണ് എപ്പോഴും ഉരുകി കിടക്കുന്ന വണ്ണം ദ്രവിച്ചു പോകാത്ത മറ്റൊരു ശരീരം തന്നിട്ട് നിന്നെ എന്താണ് നരകത്തിയിലേക്ക് തള്ളിക്കളയും. 1000 ആണ്ട് കഴിഞ്ഞ ലോകാവസാന ദിവസം മരിച്ചടക്കപ്പെട്ട പുരോഹിതന്മാരുള്ള പാപികൾ വരെ, പുരോഹിതന്മാരായിരിക്കുന്ന പാപികൾ വരെ കല്ലറകളെ വിട്ട് എഴുന്നേറ്റ് യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഞാൻ പണ്ട് പറഞ്ഞ വചനം ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരു തന്നെ ഇരിക്കുന്നതും കണ്ടു. അവന്റെ മുമ്പിൽ നിന്ന് ആകാശവും ഭൂമിയും ഓടിപ്പോയി, പിന്നെ അതിനെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃത്തം അവന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകമെന്ന വേറൊരു പുസ്തകവും തുറന്നു. മരിച്ചവർക്ക് ഓരോരുത്തർക്കും അവനവന്റെ പ്രവൃത്തിക്കൊത്തവണ്ണം ശിക്ഷാവിധി ഉണ്ടായി. എന്റെ പ്രിയപ്പെട്ടവരെ, അന്ന് നമ്മൾ ഉയർത്തെഴുന്നേക്കുന്നത് രക്ഷപ്പെടാനല്ല, നരകാഗ്നിയിലേക്ക് പോകാന്. പുരോഹിതന്മാര് കല്ലറയിൽ ചെയ്യുന്ന തൂവപ്രാർത്ഥനയ്ക്ക് നമ്മളെ രക്ഷിപ്പാൻ കഴിയുമെങ്കിൽ, ഒരു കഷ്ണം കുന്തിരിക്കത്തിലാണ് നമ്മുടെ രക്ഷയെങ്കിൽ പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ കർത്താവ് അടിയേറ്റ് നിന്നയേറ്റ് തുപ്പലേറ്റ് സ്വർഗത്തിൽ നിറഞ്ഞുവെന്ന് കഷ്ടമേറ്റ് മരിച്ചത് എന്തിനാ പ്രിയപ്പെട്ടവരെ? നമുക്ക് ന്യായപ്രമാണം പോരായിരുന്നുവോ? നമുക്ക് ഈ പുരോഹിതന്മാരുടെ ധൂവപ്രാർത്ഥന പോരായിരുന്നോ? എന്തിനാണ് ക്രിസ്തു കഷ്ടം സഹിച്ചത്? ആകയാൽ പ്രിയപ്പെട്ടവരെ, നരകാഗ്നിയിലേക്ക് നമ്മൾ വീണ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ സ്നേഹത്താൽ പറയും, നിങ്ങൾ എന്നെ വെറുത്താലും തല്ലിക്കൊന്നാലും ദേശത്ത് ഓടിച്ചു കളഞ്ഞാൽ ഞാൻ പറയുന്നു, യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നമുക്ക് പരസ്പരം കാണാം. ഈ പ്രസംഗത്തിന് കണക്ക് നമുക്ക് അന്ന് തീർക്കാം. ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരെ നിങ്ങളെ എത്ര സ്നേഹിച്ചവരും അന്നറിയാം. നിങ്ങളെ നരകത്തിൽ നിന്ന് വീണ്ടെടുപ്പാനാ ഞങ്ങൾ ഈ കഷ്ടം സഹിച്ച് നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ. അയ്യോ, നമ്മുടെ ആത്മാവ് ആ നരകാഗ്നിയിലേക്ക് വീണാൽ അന്ന് സൂര്യനില്ല, നിങ്ങൾ അറിയണം. അന്ന് ചന്ദ്രനില്ല, നിങ്ങളത് അറിയണം പ്രിയപ്പെട്ടവരെ. അന്നെന്താണ്? താരഗോളങ്ങളില്ല, സമുദ്രമില്ല, നീരുറവില്ല, നിങ്ങളിതെല്ലാം അറിയണം. അന്നെന്താണ്? അന്ന് നിന്നെ അവൻ നരകാഗ്നിയിലേക്ക് തള്ളിക്കളഞ്ഞ സമയവും കാലവുമില്ല. അയ്യോ, ഒരു നാൾ ഒരു മടങ്ങി വരവില്ല പ്രിയപ്പെട്ടവരെ. ഒരു നാൾ ഒരു മടങ്ങി വരവ്, ഒരു 10 ലക്ഷം കോടി വർഷം കഴിഞ്ഞിട്ട് തിരിച്ച് സ്വർഗത്തിലേക്ക് കയറാമായിരുന്നെങ്കിൽ നമുക്കൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. പക്ഷെ ഇല്ല പ്രിയപ്പെട്ട, ഒരു നാൾ ഒരു മടങ്ങി വരവില്ല പ്രിയപ്പെട്ടവരെ. ഓ, അത് നഷ്ടപ്പെട്ടു പോയി പ്രിയപ്പെട്ട. ഞങ്ങൾ കരഞ്ഞുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. പറ, ഞങ്ങൾ പ്രസംഗിക്കുന്നത് കുറ്റമാണോ? പ്രസംഗിക്കാതിരിക്കുന്നതല്ലേ കുറ്റം? സുവിശേഷം അറിയിക്കാതിരിക്കുന്നതല്ലേ കുറ്റം? എന്നാൽ ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരെ വീട്ടിൽ കയറ്റില്ലെന്നും ഞങ്ങളെപ്പോൾ ഉപദേശിമാരുടെ ഉപദേശം കേൾക്കലെന്നും സ്ഥാനമേൽക്കില്ലെന്നും പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പുരോഹിതന്മാരുടെ വഞ്ചനയിൽ കുടുങ്ങി നിങ്ങൾ നശിച്ചു പോകുന്നതിന്. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് സ്ഥാനമേറ്റ് ആത്മാവിനെ പ്രാപിച്ച് യേശുക്രിസ്തു നിനക്ക് വേണ്ടി കഷ്ടവും നിന്നയുമേറ്റെങ്കിൽ അവനോട് ചേർന്ന് കഷ്ടവും നിന്നയുമേറ്റ് വരുവാനിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഉല്ലാസപൂർവ്വം നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും പറന്നുയർന്നുകൊള്ളുമെന്ന് ഘോഷിച്ചുകൊണ്ട് ഈ പ്രസംഗം ഞാൻ ഇവിടെ നിർത്തുകയാണ്. വിശ്വസിക്കുന്ന ഏവരെയും യേശുക്രിസ്തു മുഖാന്തരം ദൈവം അനുഗ്രഹിക്കട്ടെ.